നമസ്കാരം. സ്കെച്ചപ്പ് ട്യൂട്ടോറിയൽ വീഡിയോസിന്റെ പാർട്ട് 8ലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് പേഴ്സണലായിട്ടും അല്ലാതെയൊക്കെ കമന്റുകൾ അയച്ചിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് മോഡലിംഗ് ആണ്, അതായത് ഒരു വിൻഡോയുടെ മോഡലിംഗ് ആണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞ് സമയം കളയുന്നില്ല, നമുക്ക് നേരെ കമ്പ്യൂട്ടറിനടുത്തേക്ക് പോവാം. അപ്പോൾ ഞാൻ ലൈൻ ടൂൾ എടുത്ത് അതിന് വാല്യൂ കൊടുക്കുകയാണ്. 1.5 1.5 1.5 1.5. ഇനി ഇതിനെ ഓഫ്സെറ്റ് ചെയ്യുന്നു 0.05. ഇനി സെൻറ്റർ പോർഷൻ സെലക്ട് ചെയ്ത് ഞാൻ അതിനെ ഡിലീറ്റ് ചെയ്തു. ഇനി പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് 0.10 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇപ്പോൾ വിൻഡോയുടെ ഔട്ടർ ഫ്രെയിം നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തുള്ള വെർട്ടിക്കൽ പോർഷൻ നമുക്കിവിടെ വരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇനി ഞാൻ ടി എന്ന കമൻറ്റ് കൊടുത്ത് ടേപ്പ് ടൂൾ എടുത്തു. ഇനി ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. ക്ലിക്ക് ചെയ്ത് 0.433 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി നമ്മുടെ ഇവിടുത്തെ വെർട്ടിക്കൽ പോയിൻ്റ് തിക്നെസ് എന്ന് പറഞ്ഞാൽ 0.5 ആണ്, 0.05 ആണ്. അപ്പോൾ ആ വാല്യൂ ഞാൻ ഇവിടെ കൊടുക്കുന്നു. ക്ലിക്ക് ചെയ്ത് 0.05 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി അടുത്ത ബേയിലേക്ക് പോകുന്നു. അത് എന്ന് പറയുന്നത് അതുപോലെ തന്നെ 0.433 കൊടുത്തു എൻ്റർ ചെയ്തു. ആ വെർട്ടിക്കൽ പോർഷൻ്റെ തിക്നെസ് കൊണ്ട് ഞാൻ കൊടുക്കുകയാണ് 0.05 കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി നമുക്ക് ഈ വെർട്ടിക്കൽ പോർഷൻ ഒന്ന് വരയ്ക്കാം. ലൈൻ കമൻറ്റ് കൊടുത്ത് ഇതുപോലെ ഞാൻ ലൈൻ ഇട്ടു. ഇനി പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഞാനിവിടെ ക്ലിക്ക് ചെയ്തു. നമുക്ക് ഈ വേണ്ടാത്ത വരകളെല്ലാം മായ്ച്ച് കളയാം. എറേസ് ടൂൾ എടുത്ത് അതെല്ലാം മാച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മെഷർമെൻ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. കറക്റ്റായിട്ട് ഈക്വലായിട്ടാണോ ഡിവൈഡ് ചെയ്ത് വന്നതെന്ന് നോക്കാം. ടേപ്പ് ടൂൾ എടുത്ത് നമുക്കിതിൻ്റെ മെഷർമെൻറ്റ് ഒന്ന് ചെക്ക് ചെയ്യാം. എല്ലാം ഈക്വലാണ്. ഇനി ഇവിടുത്തെ ലൈനും കൊണ്ട് നമുക്ക് എറേസർ ടൂൾ എടുത്ത് ഇവിടുത്തെ ലൈനും കൂടെ നമുക്കൊന്ന് മായ്ച്ച് ഇതെല്ലാം ഒരേ ഫ്രെയിമിലോട്ട് നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, അപ്പോൾ നമ്മുടെ വിൻഡോയുടെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് വേണ്ടത് ഷട്ടേഴ്സാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ഷട്ടർ വരയ്ക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ചെയ്ത മോഡലിനെ ഗ്രൂപ്പ് ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ സെലക്ട് ചെയ്ത് നമുക്കിതിനെ ഗ്രൂപ്പ് ചെയ്യാം. ഇനി നമുക്ക് റെക്റ്റാങ്കിൾ ടൂൾ എടുത്ത് ഷട്ടർ വരയ്ക്കാം. ഞാൻ 6 എന്ന കമൻറ്റ് കൊടുത്തു, റെക്റ്റാങ്കിൾ ടൂൾ എടുത്തു. ഇനി ഇതിൻ്റെ വാല്യൂ, ഇതിൻ്റെ തിക്നെസ് കൊടുക്കുകയാണ്. പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ക്ലിക്ക് ചെയ്ത് 0.03 എന്ന വാല്യൂ കൊടുത്തു. ഇതിനെയും ഞാൻ ഗ്രൂപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് ഞാൻ ഇതിനെ സ്വല്പം ഒന്ന് അകത്തോട്ട് വയ്ക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഷട്ടർ ഇങ്ങനെയല്ലോ, നമുക്ക് അകത്ത് ഇതിൻ്റെ സെൻറ്ററിൽ ഗ്ലാസ് ഒക്കെ വരണം. അപ്പോൾ നമുക്ക് ഇതിനെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഇതിനെ മാത്രമായിട്ട് നമുക്കൊന്ന് എഡിറ്റ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ ഓഫ്സെറ്റ് ടൂൾ എടുത്ത് 0.07 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇനി പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഇതിനെ അങ്ങ് ഡിലീറ്റ് ചെയ്യുകയാണ്. കണ്ടോ, നമ്മുടെ ഷട്ടറിൻ്റെ ഫ്രെയിം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൽ വേറൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ സ്കെച്ചപ്പിൽ കാണുമ്പോഴത്തേക്ക് ഇതിപ്പം നമ്മുടെ ഈ ഫ്രെയിമും ഷട്ടറും ഇങ്ങനെ ലൈൻ കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മളിത് റെൻഡർ ചെയ്യുമ്പോൾ ഈ പാർട്ടീഷൻ ലൈൻ അതിൽ കാണത്തില്ല. ഇത് രണ്ടും ഒന്നുപോലെ ആയിരിക്കും ചിലപ്പോൾ റെൻഡർ ചെയ്യുമ്പോൾ കാണുന്നത്. അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ഞാൻ ഇവിടെ ഒരു ഗ്രൂ കൊടുക്കുകയാണ്. അതായത് ഈ ഷട്ടറിൽ വെച്ച് ഡബിൾ ക്ലിക്ക്, ഷട്ടർ ഇപ്പോൾ ഗ്രൂപ്പ് ചെയ്തേക്കുകയാണ്, അതുകൊണ്ട് ഇതിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുന്നു എഡിറ്റ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് ഞാൻ ഓഫ്സെറ്റ് ടൂൾ എടുത്ത് ഇങ്ങനെ ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിന് വാല്യൂ കൊടുക്കുന്നു. 0.005 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. കണ്ടോ, നമുക്കിവിടെ ഒരു അഡീഷണൽ ലൈനുകൾ വന്നിട്ടുണ്ട്. ഇനി പുഷ് ആൻഡ് പുൾ ടൂൾ എടുത്ത് ഇതിൽ ക്ലിക്ക് ചെയ്ത് അകത്തേക്ക് 0.02 എന്ന വാല്യൂ കൊടുത്ത് എൻ്റർ ചെയ്തു. ഇപ്പോൾ നമുക്കിവിടെ ഒരു ഗ്രൂ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷട്ടർ കുറച്ച് വീതിക്കായിട്ട് നമുക്കത് കാണാൻ പറ്റുന്ന സ്കെച്ചപ്പിൽ. പക്ഷേ റെൻഡറിങ് സോഫ്റ്റ്വെയറിലിട്ട് റെൻഡർ ചെയ്യുമ്പോഴത്തേക്ക് ഇത് കറക്റ്റായിട്ട് ഫ്രെയിമും ഷട്ടറും രണ്ടും രണ്ടായിട്ട് തന്നെ ഒരു ചെറിയൊരു ഗ്യാപ്പിലൂടെ നമുക്ക് രണ്ടായിട്ട് തന്നെ കാണാം. ഇനി നമുക്ക്
ഇവിടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഗ്ലാസ് ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ഞാൻ റെക്ടാങ്കിൾ ടൂൾ എടുക്കുന്നു. ഇതാ ഇവിടെ ഗ്ലാസ് വരച്ചു. ഇനി അതിൻ്റെ തിക്നെസ് കൊടുക്കുന്നു 0.01. എന്നിട്ട് ഞാൻ അതിനെയും ഗ്രൂപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് നമുക്ക് മെറ്റീരിയലിലോട്ട് വന്നിട്ട് നമുക്ക് അതിൽ ഗ്ലാസ് ആൻഡ് മിറേഴ്സിൽ നമുക്ക് ഗ്ലാസ് സെലക്ഷൻ നടത്തി ഇതിനകത്തേക്ക് ടെക്സ്റ്ററായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഉണ്ടോ? എന്നിട്ട് ഈ ഗ്ലാസ്സിനെ ഒന്ന് നീക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഷട്ടർ, ഗ്ലാസ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം ഓരോന്നും ഓരോ ഗ്രൂപ്പായിട്ടാണ് കിടക്കുന്നത്. ഞാനിതിനെ രണ്ടിനെയും കൂടെ സെലക്ട് ചെയ്ത് ഒറ്റ ഗ്രൂപ്പ് ആക്കുകയാണ്. ഇതിപ്പം ഗ്രൂപ്പാക്കി. ഇനി ഞാൻ മൂവ് കമാൻഡ് കൊടുത്തു. ഇതിൻ്റെ ഒരു കോപ്പി, കൺട്രോൾ പ്രസ് ചെയ്ത് ഇതിൻ്റെ കോപ്പി എടുത്തു. ആ കോപ്പി എടുക്കുമ്പോഴത്തേക്ക് ഞാൻ ഇവിടെ വെച്ചാണ്, ഈ എൻഡിൽ വെച്ചാണ് ഞാൻ കോപ്പി എടുക്കുക. എന്നാലും നമുക്ക് അതിനെ ഇങ്ങനെ ഇവിടെ ഓരോ സൈഡിലായിട്ട് നമുക്ക് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് പോകാൻ സാധിക്കുകയുള്ളൂ. ഞാൻ ഇവിടെ വെച്ചുകൊണ്ട് ഞാൻ എൻ്റെ കോപ്പി എടുത്ത് ഇപ്പുറത്ത് അതുപോലെ വയ്ക്കുകയാണ്. ഞാൻ അതുപോലെ ഇവിടെ വെച്ച് ഞാനൊരു കോപ്പി എടുക്കുന്നു, അത് ഇവിടെ ഫിക്സ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ വിൻഡോ ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നേരത്തെ തയ്യാറാക്കി വെച്ച ഒരു ഗ്രില്ല് കണ്ടില്ലേ, ഫിക്സ് ചെയ്യുകയാണ്. അതുപോലെ ഇതിൻ്റെ കോപ്പി എടുത്ത് ബാക്കി 3 സ്ഥലങ്ങളിലും കൂടെ ഞാൻ ഫിക്സ് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ വിൻഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൽ വിൻഡോയുടെ ഫ്രെയിമിൻ്റെ കളർ നമുക്ക് കൊടുക്കാം, വുഡൻ. അത് നമുക്ക് മെറ്റീരിയലിലോട്ട് വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇതിൽ വേണ്ട വുഡ് എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. അതിന് ഞാൻ ഈ കളർ വുഡ് വിനീർ എന്നുള്ള കളർ സെലക്ട് ചെയ്ത് ഇതിലേക്ക് അപ്ലൈ ചെയ്തു. അപ്പോൾ നമ്മുടെ വിൻഡോ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇപ്പോൾ 2 പാളി വിൻഡോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങൾ നേരെ ഇതിനെ കോപ്പി ചെയ്യുക. കോപ്പി ചെയ്ത് കൊണ്ടുവന്നതിന് ശേഷം ഇതിനകത്തുനിന്ന് ബാക്കിയുള്ള വേണ്ടാത്ത ഷട്ടേഴ്സ് എല്ലാം റിമൂവ് ചെയ്യുക. ഞാനിപ്പോൾ ഇത് ഇങ്ങനെ റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് നമ്മുടെ ഇത് സെലക്ട് ചെയ്തതിന് ശേഷം ഫ്രെയിം സെലക്ട് ചെയ്തതിന് ശേഷം അതിനെ വരയ്ക്കുകയാണ്. ഇവിടെയും ഞാൻ ഓരോ വര കൊടുക്കുന്നു. അപ്പോൾ അത് ഫ്രെയിം കട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. കട്ട് ചെയ്തു. ഓക്കെ, കണ്ടോ? ഇപ്പോൾ നമുക്ക് 2 പാളി വിൻഡോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ നമുക്കിതിനെ ഈസി ആയിട്ട് എഡിറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ സിംഗിൾ പാളി വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഇതുപോലെ ഇവിടെ വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിനെ സിംഗിൾ പാളിയായിട്ട് മാറ്റാവുന്നതാണ്. ഇതിൽ തന്നെ നിങ്ങൾ മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിക്കണം. നമ്മൾ ഈ ചെയ്ത വിൻഡോസ്, ഇപ്പോൾ ഒരു വീട്ടിൽ തന്നെ ഒരു 8-10 വിൻഡോസ് ചിലപ്പോൾ ഈ ഡബിൾ പാളിയോ ട്രിപ്പിൾ പാളിയുടെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൽ ഇനി എഡിറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിതെല്ലാം കോപ്പി എടുത്ത് എല്ലായിടത്തും പേസ്റ്റ് ചെയ്ത് വെക്കുമ്പോഴേക്കും ക്ലയൻറ്റ് നമ്മളോട് പറയുന്നത് ഇത് അയ്യോ എനിക്ക് അതിനകത്ത് ബസ്കി വേണം എന്ന്. അങ്ങനെ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യും, ഇതിൽ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാം എടുത്ത് കളഞ്ഞിട്ട് ഒന്നേ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യേണ്ടി വരും. അതിനേക്കാളും നല്ലത് ഞാനിതിൽ വേറൊരു സംഭവം പറയാം. ഇപ്പോൾ ഞാൻ ഈ വിൻഡോയെ ഫുള്ളായിട്ടൊന്ന് സെലക്ട് ചെയ്തു, എൻ്റെ റൈറ്റ് ക്ലിക്ക് ചെയ്തു, എൻ്റെ മേക്ക് കമ്പൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തു, വിൻഡോ 2 എന്ന് കൊടുത്ത് ക്രിയേറ്റ് ചെയ്തു. പേര് നിങ്ങൾക്ക് എന്ത് വേണോ കൊടുക്കാം. ഇനി ഞാനിതിനെ കോപ്പി ചെയ്യണം. മൂവ് കൺട്രോൾ പ്രസ് ചെയ്ത് ഞാൻ കോപ്പി ചെയ്ത് ഇങ്ങോട്ട് മാറ്റി. ഇനി ഞാനിതിൽ ഈ വിൻഡോയിൽ ഞാൻ ചെറിയൊരു എഡിറ്റിംഗ് നടത്തുകയാണ്. നിങ്ങൾ നോക്കുക. ഇനി ഞാൻ ക്ലിക്ക് ചെയ്ത് കണ്ടോ, അത് ഓട്ടോമാറ്റിക്കലായിട്ട് ഇപ്പുറത്തേലും അതുപോലെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലെന്ത് ചേഞ്ച്, ഇതിലോ എന്ത് ചേഞ്ച് നടത്തിയാലും ഇത് കമ്പോണൻ്റ് ആയിരിക്കണമെന്ന കാലം ആ ചേഞ്ച് മറ്റുള്ളതിലും കറക്റ്റായിട്ട് വരും. ഒരു കാരണവശാലും നിങ്ങൾ 3 ഷട്ടേഴ്സുള്ള വിൻഡോയും 2 ഷട്ടേഴ്സുള്ള വിൻഡോയും ഒരുമിച്ച് കമ്പോണൻ്റ് ചെയ്യരുത്. ഓരോന്നും സിംഗിളായിട്ട് കമ്പോണൻ്റ് ചെയ്യുക. ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ എഡിറ്റിംഗ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അതും കൂടെ നിങ്ങൾ മനസ്സിലാക്കുക. എങ്ങനെയുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ? അടിപൊളിയല്ലേ? അപ്പോൾ പുതിയ ട്യൂട്ടോറിയലുമായിട്ട്
വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ധൈര്യമായിട്ട് ഡിസ്ലൈക്കും ചെയ്യാവുന്നതാണ്. പക്ഷെ അതിന്റെ കാരണം ഒന്ന് കമന്റ് ബോക്സിൽ കാണിക്കണം. അപ്പോ ഗുഡ് ബൈ.